വക്രദൃഷ്ടി തുടരുന്നു. നിയമസഭാ സമ്മേളനം ഇത്തവണയും കുളമാകുന്ന ലക്ഷണമാണ്. AK ശശീന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്താനുള്ള അവസരം ശശീന്ദ്രൻ മറ്റുള്ളവർക്ക് നിഷേധിച്ചതിനാൽ ഒന്നും നടന്നില്ല. ഇത്തവണ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അടുത്ത വിക്കറ്റാവാൻ MM മണി തന്നെ സ്വയം ഒരുങ്ങിയിറങ്ങിയതിനാൽ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമായി. കളരിക്ക് പുറത്താക്കാൻ മണിയാശാൻ്റെ നെഞ്ചത്ത് കയറിയാണ് പ്രതിപക്ഷത്തിൻ്റെ സഭാസ്തംഭിപ്പിക്കൽ സമരം. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഊണർന്നേ. പതിനായിരമായിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഊണർന്നേ. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഓർഡർ ഓർഡർ. ഇനി ഫൈറ്റ് തുടങ്ങാം. നീ വരൂ. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MM മണിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിമ്പിളൈ ഒരുമ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തുന്ന സമരം 4 ദിവസം പിന്നിടുകയാണ്. അവർ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഈ സർക്കാരിനെതിരെ വിഷയങ്ങൾ ഉന്നയിക്കാൻ വലിയ ദാരിദ്ര്യമുണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വരുന്നത്. സാർ, ആ സമരം പൊളിക്കാനും തകർക്കാനും അവരുടെ സമരപന്തൽ പൊളിക്കാനും സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും അവരെ സമരത്തിൽ നിന്ന് പിന്മാറ്റാനും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പോലീസും CPM പ്രവർത്തകരും നടത്തുന്ന ശ്രമം സാർ സമരങ്ങളുടെ നാടായ ഈ കേരളത്തിൽ ദൗർഭാഗ്യകരമാണ് സാർ. ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക യോജിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാതിരിക്കേണ്ടതില്ല. അത് കോൺഗ്രസും BJPയും നല്ലതുപോലെ യോജിക്കുന്നതായി കാണുന്നു. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 4 സ്ത്രീകൾ മാത്രമാണ് അവിടെ സമരം നടത്തുന്നത് എന്ന്. സാർ, 4 സ്ത്രീകൾ മാത്രം നടത്തുന്ന ഈ സമരത്തെ ഈ സർക്കാർ എന്തിനാണ് സാർ ഭയപ്പെടുന്നത്? എന്തിനാണ് സാർ 4 സ്ത്രീകളുടെ മുന്നിൽ ഈ സർക്കാർ മുട്ടുവരയ്ക്കുന്നത്? സാർ, ആ സമരത്തെ സർക്കാർ എന്തോ ഭയപ്പെടുകയാണ്. സർ, ഞങ്ങൾക്ക് എന്താ ഭയം ആ സമരത്തിൻ്റെ കാര്യത്തിൽ? ഞങ്ങൾ എന്തിനാണ് അതിനെ ഭയപ്പെട്ട കാര്യം? ഇന്നലെയും മണി വിഷയം, ഇന്നും മണി വിഷയം, നാളെയും മണി വിഷയം. ഒരേ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് പ്രതിപക്ഷവും അതനുവദിച്ച സ്പീക്കറും ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഞാൻ ഒരു ജില്ലയിൽ പോയപ്പോൾ മാന്യനായ ഒരു അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയെ കണ്ടു. സാർ, അയാളുടെ കൂടെ എപ്പോഴും ഒരാൾ, ആ കൂടെയുള്ളയാൾ വാ തുറന്നാൽ അസഭ്യവും ചീത്തയും പറയും. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇയാളെ കൊണ്ട് നടക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ എനിക്കൊരു മാന്യതയുടെ പരിവേഷമുണ്ട്. എന്നെ എതിർക്കാൻ ചിലർ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കും. സാർ, മാന്യതയുടെ മുഖംമൂടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മാന്യനായ ഒരാളാണ്. മുഖംമൂടി എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു. മാന്യനായ ഒരാളാണ് മുഖ്യമന്ത്രി. അങ്ങക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മന്ത്രിസഭയിൽ സംരക്ഷിച്ചിട്ടുള്ളത്? എഡിറ്റ് ചെയ്ത് കൊടുത്ത ഭാഗം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നവർ തന്നെ ഇതല്ല, ഇങ്ങനെയായിരുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ചാനലുകളിൽ പറയുന്ന നിലയുണ്ടായല്ലോ. അത് പരസ്യമായി പറയുന്ന നില വന്നല്ലോ. ഇതൊന്നും മനസ്സിലാക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കിയാലും അത് അംഗീകരിക്കാൻ തങ്ങളുടെ രാഷ്ട്രീയം കൊണ്ട് കഴിയാത്ത ഒരവസ്ഥയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഉദ്യോഗസ്ഥരെ MM മണി വിരട്ടിയതിൽ അപാകതയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ലെന്ന് മറുപടിയിൽ വ്യക്തം. നിങ്ങൾ പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥന്മാരാണ് സാർ കേൾക്കുന്നത്? പരസ്പരം തമ്മിലടിച്ച് പരസ്പരം പോരുമൂത്ത് ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം തകർത്ത് അവരെ അപമാനിച്ച് നിഘണ്ടുവിലില്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ ഈ ഭരണം എങ്ങോട്ട് പോകും? ബഹുമാനായ അംഗം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ ഏത് ഓഫീസറാ കേൾക്കുക? കേൾക്കാത്ത ഒരു ഓഫീസറും ഓഫീസറായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വെള്ളരിക്കാപട്ടണമൊന്നുമല്ല ഇത്. ആ ധാരണയൊന്നും വേണ്ട. ഈ സർക്കാർ തീരുമാനിക്കുന്ന കാര്യം നടപ്പാക്കാൻ ബാധ്യതയുള്ളവർ തന്നെയാണ് ഓഫീസർമാർ, അല്ലാതെ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ നടപ്പാക്കാനല്ല.
ഇത് റവന്യൂ മന്ത്രിക്കും CPIക്കും കൂടിയുള്ള മുഖ്യൻ്റെ മറുപടിയാണ് എന്നുവെച്ച് പ്രതിപക്ഷം പറയുന്നത് പോലെ കൂട്ടുത്തരവാദിത്തം തകർന്നിട്ടൊന്നുമില്ല. കുരിശിൻ്റെ കാര്യമായതിനാലാണ് മുഖ്യൻ ഇടപെട്ടത്. സാർ, ഈ ഗവൺമെന്റ് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് പറഞ്ഞ ആ കുരിശ് പൊളിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് അറിയണമായിരുന്നു. 144 പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് അറിയണമായിരുന്നു. ഞങ്ങൾ നല്ല കൂട്ടുത്തരവാദിത്തോടെ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. റവന്യൂ മന്ത്രി ചലിക്കില്ല, മുഖ്യമന്ത്രി അറിയാതെ അവിടെ ഒരു ചലനം ഉണ്ടായില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം ഒരു കാലോഹരി വരുന്ന ജനങ്ങൾ വലിയ തോതിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു പ്രതീകം, ആ പ്രതീകത്തെ പരസ്യമായി വല്ലാതെ തകർക്കുന്ന ഒരു നില സ്വീകരിക്കുമ്പോൾ അത് വേണ്ടത്ര ആലോചിച്ചു വേണം. ആ ആലോചന എവിടെയും നടത്തിയതല്ല. അതിലേതെങ്കിലും തരത്തിലുള്ള അപക്വമായ നിലപാട് വന്നാൽ ആരാണോ ആ അപക്വമായ നിലപാട് സ്വീകരിക്കുന്നത് അവരല്ല പ്രതിക്കൂട്ടിലാകുക. ഈ സർക്കാരാണ് പ്രതിക്കൂട്ടിലാകുക. മന്ത്രിയുടെയും സർക്കാരിൻ്റെയും രാജി ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ ദൗത്യം. പക്ഷേ രാജി കൊണ്ടേ അടങ്ങൂ എന്ന് വാശി പിടിച്ചാൽ കഴിഞ്ഞ സ്വാശ്രയ സമരം സ്വയം അവസാനിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കേണ്ടി വരുമോ? ജനങ്ങളുടെ ജനാഭിലാഷത്തെ മാനിച്ചുകൊണ്ട് ബഹുമാനായ വൈദ്യുതി മന്ത്രിയുടെ രാജി വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. വീണ്ടും ഒരു ഇടവേള. ഉത്തരം തപ്പി മന്ത്രി കടകംപള്ളി. സർ, മാനദണ്ഡങ്ങളുണ്ട് സർ, മാനദണ്ഡങ്ങളുണ്ട്. ഇത് വല്ല ആവോ? കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നാണല്ലോ. നിയമസഭയിൽ PK അബ്ദുറബ്ബിൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മന്ത്രി കടകംപള്ളി മേശപ്പുറത്തെല്ലാം തപ്പിയിട്ടും കിട്ടിയില്ല. സഹകരണം, ടൂറിസം, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് മേശപ്പുറത്ത് നിറയെ ഫയലുകൾ. അതിൽ നിന്ന് അബ്ദുറബ്ബിന് നൽകേണ്ട മറുപടി തപ്പിയെടുക്കാൻ കടകംപള്ളി നന്നേ പണിപ്പെട്ടു. ഉദ്യോഗസ്ഥ ഗാലറിയിൽ നിന്ന് ഉത്തരം എത്തും മുമ്പ് മന്ത്രി ഉത്തരം ഫയലിൽ നിന്ന് തപ്പിയെടുത്തു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അങ്ങ് ചോദിച്ചത് ഉത്തരം 2 അച്ചടിച്ചിട്ടുണ്ട്. ഇല്ല, ബാധകമല്ല. മന്ത്രി പറഞ്ഞല്ലോ, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? മന്ത്രി പറഞ്ഞിരുന്നതിന് ശേഷമാണ് ഞാൻ പേര് വിളിച്ചത്. സാർ, അങ്ങ് ചോദിച്ച ചോദ്യത്തിന്, ഒന്നാമത്തെ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. സാർ, അങ്ങ് ശ്രദ്ധിക്കണം സാർ. രണ്ടാമത്തെ ചോദ്യം, നമ്മളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആകർഷകമാക്കുന്നതിന് ഗ്രീൻ കാർപ്പറ്റ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ? സർ, മാനദണ്ഡങ്ങളുണ്ട് സർ, മാനദണ്ഡങ്ങളുണ്ട്. ഇത് വല്ല ആവോ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. എന്താണ് ശരിയാവും? മെതിനെ ആ ചെറിയ സ്കൂളുകളുണ്ട്. ഒരു സെക്കൻഡ് സാർ, ഈ മാനദണ്ഡങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട് നിൽക്കുന്നില്ലല്ലോ സാർ, അതുകൊണ്ടാണ്. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ സാർ, ഒരു പ്രദേശത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കുന്നുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് എന്റെ ശാപമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. EP ജയരാജന് പിന്നാലെ പകരം മന്ത്രിയായ MM മണിക്കും പാർട്ടിയുടെ ശാസന. ശാസിച്ചത് കൊണ്ട് നന്നാവുമെങ്കിൽ നല്ലത്, എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവൂല എന്നാണെങ്കിൽ രക്ഷയില്ല. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാത്രി ഇതേ സമയം. നന്ദി, നമസ്കാരം.